ഇതൊന്നും നടക്കില്ല. വഫാകിഹത്തിൻ കസീറ, ധാരാളം പഴവർഗ്ഗങ്ങൾ ഉണ്ടാകും. എന്നിട്ട് പറഞ്ഞു ഈ പഴവർഗ്ഗങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. സ്വർഗത്തിലെ പഴം അത് എത്രമാത്രം സമൃദ്ധമാണെന്ന് തെളിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രസകരമായൊരു സംഭവം പറയുന്നു, കേട്ടോളൂ. അൻ ജാബിരിൻ റളിയല്ലാഹു അൻ, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൈനമാ നഹ്നു ഫീ സ്വലാത്തിൽ ളുഹർ, ഞങ്ങളൊക്കെ ളുഹർ നിസ്കാരത്തിലാ, ഞങ്ങളൊക്കെ ളുഹർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ളുഹർ നിസ്കാരത്തിന്റെ ഇടയിൽ ഇദ് തഖദ്ദമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖലീല, അല്ലാഹുവിന്റെ ഹബീബ് ഒരൽപ്പം ഒന്ന് അങ്ങോട്ട് മുന്നോട്ട് നിന്നു. ളുഹർ നിസ്കാരത്തിലാണ്, റസൂലുള്ളാഹി ഇമാമായി നിസ്കരിക്കുകയാണ്, ഞങ്ങളൊക്കെ പിന്നീട് മഅ്മൂമൻ ആയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പെട്ടെന്ന് നിസ്കാരത്തിൽ കുറച്ച് മുന്നോട്ടങ്ങ് പോയി. എന്തേ ഇപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകാൻ കാരണം എന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ചു. ഏതായാലും നബി കയറിയതല്ലേ, നബി കയറിയാ ഇവരും കയറും. കാരണം നബി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നബി ആയതുകൊണ്ട്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചോദ്യം ചെയ്യാനായിരിക്കും ഉണ്ടാകുക നിസ്കാരം കഴിഞ്ഞാൽ. നമ്മുടെ ഇമാം അങ്ങനെ കയറും ഇറങ്ങുകയൊക്കെ ചെയ്താൽ ഇതെന്താ മൂല്യരെ നിസ്കാരത്തിൽ ഇങ്ങനെ ഒരു പരിപാടി എന്നേ ചോദിക്കുള്ളൂ. ഇത് റസൂലുള്ളാഹി ആവുമ്പോ അങ്ങനെയാ. റസൂലുള്ളാഹി ഒരൽപ്പം കയറി, ഫതഖദ്ദംനാ മഅഹു, ഞങ്ങളും റസൂലുള്ളാഹി ഒരടി അങ്ങ് കയറിയപ്പോൾ ഞങ്ങളും ഒരടി അങ്ങ് കയറി. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞിട്ട് സുമ്മ തനാവല ഷൈആ ലിയഖുദഹു സുമ്മ തഅഖർ, പിന്നെ നബി എന്തോ പിടിക്കാൻ വേണ്ടി കയ്യിങ്ങ് നീട്ടുന്നത് പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ അതേ നിലക്ക് തന്നെ ഇങ്ങിറങ്ങി, അതേ നിലക്ക് തന്നെ ആ കയറിയത് ഇങ്ങോട്ട് തന്നെ ഇറങ്ങി. എന്തേ ഇപ്പൊ നബി കാട്ടിയത്? മുന്നിലേക്കൊന്ന് കയറി, എന്തോ പിടിക്കാൻ വേണ്ടി കയ്യിങ്ങ് നീട്ടി, അങ്ങനെ ഒന്നും കിട്ടാതെ റസൂലുള്ളാഹി പിന്നോട്ടിങ്ങ് മാറുന്നു. എന്തു സംഭവിച്ചു എന്നറിയാതെ ഞങ്ങൾ പകച്ചു നിൽക്കുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഫലമ്മാ ഖളസ്വലാ, നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോ ഖാല ലഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഞങ്ങളെ കൂട്ടത്തിലുള്ള ഉബയ്യ് ഇബ്നു കഅബ് പറഞ്ഞു, പറയുന്നത് ജാബിർ, ചോദിക്കുന്നത് ഉബയ്യ് ഇബ്നു കഅബ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, സ്വനഅതൽ യൗമ ഫി സ്വലാത്തി ശൈഅൻ മാ കുൻത തസ്നഉഹു, സ്വനഅതൽ യൗമ ഫി സ്വലാത്തി ശൈഅ, നിങ്ങൾ ഇന്ന് നിസ്കാരത്തിൽ എന്തൊക്കെയോ ചെയ്തല്ലോ നബിയേ. സ്വനഅതൽ യൗമ ഫി സ്വലാത്തി ശൈഅ, ഇന്ന് നിസ്കാരത്തിൽ നിങ്ങൾ എന്തൊക്കെയോ കാട്ടുന്നത് കണ്ടു. മാ കുൻത തസ്നഉഹു, നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു നബിയേ? ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു ഉരിദത് അലയ്യൽ ജന്ന, എന്റെ മേൽ സ്വർഗം സമർപ്പിക്കപ്പെട്ടതാണ്, എന്റെ മേൽ സ്വർഗം സമർപ്പിക്കപ്പെട്ടതാണ്. ഇന്നഹു ഉരിദത് അലയ്യൽ ജന്ന, ഞാൻ ളുഹർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ സഹാബ എനിക്ക് സ്വർഗത്തിന്റെ ചിത്രം അല്ലാഹു കാണിച്ചു തന്നു. എത്രമാത്രം സന്തോഷകരമായ സ്വർഗം നോക്കണം. ഭൂമി ലോകത്ത് വെച്ച് ഒരൊറ്റ കുട്ടിക്കും കാണാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ ഈ മണ്ണിൽ നിന്ന് കാണുകയാണ് റസൂലുള്ളാഹി സ്വർഗം. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ സ്വർഗം ഇങ്ങനെ കണ്ടു. സ്വർഗം കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അരുവോ മൂലയോ എവിടെയോ ഒരു കോൺ ഇങ്ങനെ കാണിച്ചു കൊടുത്തതാണോ? അല്ല. വമാ ഫീഹാ മിനസ് സഹ്റതി വന്നദറ, വമാ ഫീഹാ മിനസ് സഹ്റതി വന്നദറ, ആ സ്വർഗത്തിലുള്ള അലങ്കാരവും അതിന്റെ തിളക്കവും അതിന്റെ ചാരുതയും എല്ലാം ഞാൻ കണ്ടുപോയി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ശരിക്ക് കണ്ടു, സ്വർഗം കൃത്യമായി കണ്ടു. അതിന്റെ പൂർണ്ണമായ ചിത്രമാണ് സഹാബ ഞാൻ കണ്ടത്. എങ്ങനെയാണ് ആ സ്വർഗം വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വല്ലാത്ത സുന്ദരമായ സ്വർഗം. ആ സ്വർഗം ഞാൻ കണ്ടപ്പോ ഫതനാവൽതു മിൻഹാ ഖിത്ഫം മിൻ ഇനബിൻ ലിയാതിയകും ബിഹി ഫഹീല ബൈനി വബൈനഹു. സഹാബ, അപ്പൊ അതിലെ പഴങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോ എന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മുന്തിരിക്കൊല ഇങ്ങനെ കിടക്കുന്നു. ആ മുന്തിരിക്കൊല ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത ആവേശം. സഹാബ, ഞാൻ അതിൽ നിന്ന് ഒരു മുന്തിരിക്കൊലങ്ങ് പറിക്കാൻ വേണ്ടി കൈ നീട്ടി. ഫതനാവൽതു മിൻഹാ ഖിത്ഫം മിൻ ഇനബിൻ ലിയാതിയകും ബിഹി, നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാന്ന് കരുതിയിട്ട്. നിങ്ങളിപ്പോ ഇത് കാണുന്നില്ലല്ലോ, ഞാനല്ലേ കാണുന്നുള്ളൂ. അപ്പൊ ഒരു മുന്തിരിക്കൊല ഇങ്ങോട്ട് പറിക്കണം, ഇങ്ങോട്ട് നിങ്ങൾക്കൊക്കെ വീതിച്ച് തരണം എന്ന് എന്റെ മനസ്സിൽ വല്ലാത്തൊരു പൂതി. ഞാൻ കൈ നീട്ടി മുന്തിരിക്കൊല പറിക്കാൻ. റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. പക്ഷേ ഞാൻ കൈ അങ്ങ് നീട്ടിയപ്പോഴേക്ക് ഫഹീല ബൈനി വ ബൈനഹു, എന്റെയും മുന്തിരിക്കൊലയുടെയും ഇടയിൽ ശക്തമായ കർട്ടൻ വീണു, മറ വീണു. ഫഹീല ബൈനി വ ബൈനഹു. പിന്നെ മുന്തിരിക്കൊലയും കാണുന്നില്ല, പറസാൻ കൈ കെട്ടി വെക്കുമ്പോൾ ഒരു സംഗതിയുമില്ല. അത് നേരത്തെ നിന്നിരുന്ന സ്ഥലം മാത്രം. സ്വർഗവുമില്ല, ചിത്രവുമില്ല, സാധനവുമില്ല, ഒക്കെ പോയി. അതെന്തേ കാരണം? പറിക്കുന്നു കണ്ടപ്പോൾ തൽക്കാലം വേണ്ടാന്ന് വെച്ചതാ. ഭൂമിയിൽ നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമല്ല. ഞാൻ അതിനായിരുന്നു കൈ നീട്ടിയിരുന്നത്. വലൗ അതൈതുക്കും ബിഹി, ആ മുന്തിരിയെങ്ങാനും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ, സുഹൃത്ത് പറയാൻ, ആ ഒരു കൊല മുന്തിരിയെങ്ങാനും ഞാൻ എടുത്തു തന്നിരുന്നെങ്കിൽ ലഅകല മിൻഹു മൻ ബൈന സമാഇ വൽ അർളി ലാ യൻഖുസൂന. നബി തങ്ങൾ പറഞ്ഞു, ആകാശ ഭൂമികളിലുള്ള മുഴുവൻ തിന്നാലും, മുഴുവൻ ജന്തുജാലങ്ങൾ തിന്നാലും അത് തീരൂല. സ്വർഗത്തിലെ പഴം തീരൂലല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പഴം അങ്ങോട്ട് പറിക്കുമ്പോൾ അപ്പം തന്നെ അവിടെ ഒന്നുണ്ടാവും. പിന്നെ എങ്ങനെ അത് തീരുക? പറിച്ചാൽ ഉടനെ ഞൊടിയിട കൊണ്ട് അവിടെ അത് ഉണ്ടാകുകയാണ്. ഇങ്ങനെയുള്ള ഒരു ലോകത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കുക. ആ ലോകത്തല്ലേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് എത്തേണ്ടത്. നമ്മുടെ കൃത്യമായ സമയം അവസാനിച്ചു.